ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ക്ലോക്കിലെ സമയവും പ്രതിബിംബവും. അതായത് ഒന്നുകിൽ ക്ലോക്കിലെ സമയം തന്നിട്ട് പ്രതിബിംബം കാണാൻ പറയാം, അല്ലെങ്കിൽ പ്രതിബിംബം തന്നിട്ട് ക്ലോക്കിലെ റിയൽ ടൈം കാണാൻ പറയാം. ഇതുപോലുള്ളത് നമ്മളെപ്പോഴും വളരെ ടഫാണെന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. പക്ഷെ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ട്രിക്കാണ് നമ്മളിന്ന് വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം, എന്നാലേ ഒരു നല്ലൊരു ഐഡിയ കിട്ടുള്ളൂ ഇതിനെക്കുറിച്ചിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിതെങ്ങനെയാണ് ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഇതിലെ റിയൽ ടൈമും ഇമേജും, അതായത് യഥാർത്ഥ സമയവും പ്രതിബിംബവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും 12 ആയിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ, റിയൽ ടൈം 1 മണിയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 മണിയും എത്രയും ആഡ് ചെയ്താലാണ് 12 നോക്കിയാൽ, അതായത് 12ൽ നിന്നും 1 കുറയ്ക്കുക, 11. സോ പ്രതിബിംബം ലഭിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥ സമയത്തെ 12ൽ നിന്നും കുറച്ചാൽ മതി. അതേപോലെ 2 മണിയാണെന്നുണ്ടെങ്കിൽ 12 മൈനസ് 2 10. ഇനി ഇങ്ങനെയല്ല, 2:30, 3:30, 30 തന്നെ ആണെന്നില്ല, 2:15 അതേപോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. 12ൽ നിന്ന് കുറച്ചാൽ മതി. പക്ഷേ നമ്മളിവിടെ 12 എന്നതിന് പകരം 11:60 എന്നാട്ടോ എടുക്കുന്നത്. 11:60 12 ഈക്വലാണ്, അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വരില്ല. നമുക്ക് ഫോർ എക്സാമ്പിൾ 3:30 എടുക്കാം. റിയൽ ടൈം 3:30. അങ്ങനെയാണെങ്കിൽ 11:60 നിന്നും 3:30 കുറയ്ക്കുക. 60ൽ നിന്നും 30 കുറച്ച് കഴിഞ്ഞാൽ 30. 11ൽ നിന്നും 3 കുറച്ചാൽ 8. 8:30 പ്രതിബിംബം. വളരെ സിമ്പിളല്ലേ? ഒരു എക്സാമ്പിളും കൂടെ നോക്കാം കേട്ടോ. 2:15. എന്താ ചെയ്യേണ്ടത്? 11:60 നിന്നും 2:15 മൈനസ് ചെയ്യാം. 60ൽ നിന്നും 15 മൈനസ് ചെയ്താൽ 45. 11ൽ നിന്നും 2 മൈനസ് ചെയ്താൽ 9. 9:45 ഇമേജ് എന്ന് കിട്ടും. ഇനി ഈ ഒരു കാര്യത്തിൽ ഒരു സ്പെഷ്യൽ കേസും കൂടിയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തരുന്ന റിയൽ ടൈം 11ൻ്റെയും 11 മണിയുടെയും 1 മണിയുടെയും ഇടയിലാണെങ്കിൽ, അതായത് 11:25, 12:35 ലൈക്ക് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറക്കേണ്ടത് 11:60 നിന്നല്ല, നമ്മൾ കുറക്കേണ്ടത് 23:60 നിന്നാണ്. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, 11 സംതിങ് 12 സംതിങ് അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് 11:60 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ 11 മണിയുടെയും 1 മണിയുടെയും ഇടയിലുള്ള സമയമാണെങ്കിൽ നമ്മൾ 23:60 നിന്നും കുറയ്ക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. 11:25. 23:60 മൈനസ് എത്രയാണ്? 11:25. 60ൽ നിന്ന് 25 മൈനസ് ചെയ്താൽ 35 വരും. 23ൽ നിന്നും 11 കുറച്ച് കഴിഞ്ഞാൽ 12. 12:35 ഇതിൻ്റെ ഇമേജ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ ഡെവലപ്ഡ് വേർഷൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ഡൗട്ടാണ്, സെക്കൻഡും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത്. അതായത് 12 മണിക്കൂർ 45 മിനിറ്റ് 25 സെക്കൻഡ്. ഇതിൻ്റെ
ഇമേജാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 23, 59, 60 എന്നുള്ളതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് 12, 45, 25. ഓക്കെ, 12, 45, 25 മൈനസ് ചെയ്ത് നോക്കാം. 60 നിന്ന് 25 മൈനസ് ചെയ്ത് 35, 59 45 മൈനസ് ചെയ്ത് 14, 23 നിന്നും 12 മൈനസ് ചെയ്ത 11. ആൻസറായി 11 മണിക്കൂർ 14 മിനിറ്റ് 35 സെക്കൻഡ്. ഇതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 11 മണിയുടെ 1 മണിയുടെ ഇടയിലുള്ള സമയമാട്ടോ ഇത്. അതുകൊണ്ടാണ് നമ്മൾ 23, 59, 60 നിന്ന് മൈനസ് ചെയ്തത്. ഇനി 11ൻ്റെയും 1ൻ്റെയും നടുവിൽ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 2 വെച്ചിട്ടാണ് അല്ലെങ്കിൽ 1 വെച്ചിട്ടാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്? 11, 59, 60 നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഇതുപോലെയുള്ള ട്രിക്സുകളും ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.